ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പണി ഈ പ്രോൺസിനിട്ടാണ്. പ്രോൺസ് അമ്മ ക്ലീൻ ആക്കി തരുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അമ്മ പറഞ്ഞു നീ തന്നെ ക്ലീൻ ആക്കിക്കോളും, വേറെ വഴിയില്ല, നമ്മൾ തന്നെ ക്ലീൻ ആക്കണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് പ്രോൺസ് റോസ്റ്റ്. നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന പ്രോൺസിലോട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പെല്ലാം കൂടി ഇട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യുക. അതിന്റെ ഇടയ്ക്ക് കൂടി ഇവിടെ നല്ലോ ക്യാമറയിൽ നോക്കി ചെയ്യുന്നുണ്ട്, എന്താണോ. പിന്നെ ഇതിന്റെ ഒരു പരീക്ഷണമാണ്, കഷ്ടപ്പെട്ട് പരീക്ഷിക്കുന്നതല്ലേ. ഒരു സബ്സ്ക്രൈബ് ഫോളോ ഒക്കെ ചെയ്തേര്. എനിക്കത്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് വെള്ളം ഇറങ്ങിയോ. അപ്പോൾ അതിന് എന്നെ പോലെ പേടിക്കാൻ പാടില്ല, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വറ്റിക്കോളും. കുറച്ച് കഴിയുമ്പോഴത്തേന് ആ വെള്ളം പറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് കാണാൻ തുടങ്ങും. അന്നേരപ്പത്തിന് ആ പ്രോൺസ് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയാൽ മതി. പ്രോൺസ് വറുത്തെടുത്ത് അതേ എണ്ണയിലോട്ട് കടുക് പൊട്ടിച്ച് കുഞ്ഞുള്ളി ഇട്ട് കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേനും മുളക് പൊടിയും ഗരം മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി ഒരു തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ജീരകം കൂടെ ചതച്ചിട്ടായിരുന്നത് ഞാൻ പറയാൻ മറന്നു. തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് അതിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വെക്കാം. അതിനിടയ്ക്കൂടെ ഞാനാണെങ്കിൽ അമ്മ കുത്തിച്ചുറുക്കി വെക്കുന്ന കപ്പ ഓരോന്നായിട്ട് എടുത്ത് തിന്നുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചിരുന്നു. അത് തിളച്ച് വരുമ്പോഴത്തേനും അതിനകത്തോട്ട് പ്രോൺസ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പ്രോൺസ് ഇട്ട് എടുത്താൽ അതിനകത്ത് വെള്ളമെല്ലാം നല്ലപോലെ വറ്റിച്ചെടുത്ത് നല്ലപോലെ പെരണനാക്കി ഇളക്കി എടുക്കണം. എൻ്റെ പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ് ട്യൂബിൻ്റെ കൊടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറയാം. എൻ്റെ ടെസ്റ്റ് ട്യൂബ് എൻ്റെ അനിയത്തിയ. ഹലോ, അവള് കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനും കുറച്ച് വന്നെടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പരീക്ഷണം സക്സസ് ആയി ഗൈസ്. ചേട്ടൻ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂട്ടി പ്രോൺസ് റോസ്റ്റ് കഴിച്ചാൽ. അപ്പോൾ ഇന്നത്തെ എടുത്തിട്ടുള്ളൂ ഗൈസ്, ബൈ.